Morning all. Well, afternoon. Yes, so welcome back to Ashnash Vlogs. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വീക്കെൻഡ് വ്ലോഗ് ചെയ്യാമെന്ന്. സോ വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ഒന്നും കാണിക്കാനൊന്നുമില്ല ബിക്കോസ് ലോക്ക്ഡൗൺ 2.0 ആണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തൊന്നും പോകണില്ല. അപ്പോൾ വീട്ടിലായിരുന്നു ഞങ്ങൾ ഇന്ന് കുക്കിംഗ് ആയിട്ടാണ് ഇന്ന് പോകാൻ പോണത്. അപ്പോൾ വാട്ട് ആർ വി ഗോണ ഡു ടുഡേ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ റെഡിയാണ്. അപ്പോൾ റെഡിയൊക്കെ ആയി വരുമ്പോഴേക്കും അച്ചു ആണ് ഇവിടുത്തെ ബേഗിൾ ഷെഫ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ബേഗിൾ ഉണ്ടാക്കാമെന്ന്. വിൽ ഷോ യു. അപ്പോൾ ബേഗിളിനുള്ള സാധനങ്ങൾ അച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാധനങ്ങൾ. അപ്പോൾ ബേഗിൾസ് റെഡി ആകുമ്പോഴേക്കും ഞാനൊരു ചെറിയ കിച്ചൺ ടൂർ കാണിച്ചാലോ ഇവരൊക്കെ. എനിക്ക് മുട്ട ഉണ്ടാക്കണം. ബിഫോർ ദാറ്റ് ഞാനൊരു ചെറിയ കിച്ചൺ ടൂർ കാണിച്ചു തരാം. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ്. സോ ദിസ് ഈസ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ആൻഡ് ഇവിടെ ഞങ്ങളുടെ കിച്ചൺ. ഇതിനെന്താ പറയുക? ഡ്രൈയിങ് റാക്കാണ്. ഡ്രൈയിങ് റാക്ക്. ഇവിടെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. റിയലി ലൈക്ക് ഇവിടെ ഒരു കുറച്ച് ഗ്രീനറി ഉള്ളത്. ദെൻ ഇവിടെ ഞങ്ങളുടെ കോഫി മേക്കർ വിച്ച് വി ഡോണ്ട് യൂസ്. ദിസ് ഇസ് സൂപ്പ് മേക്കർ. ഞാൻ ചിലപ്പോൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അതും കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. മിക്സി, കെറ്റിൽ, പിന്നെ ഞങ്ങളുടെ കോഫി സംഭവങ്ങളും കോഫി ടീ സംഭവങ്ങളും, നൈഫ് സ്റ്റാൻഡ്, പിന്നെ ഞങ്ങളുടെ കാപ്പി കുടിച്ചിട്ടില്ല വെറുതെ അല്ല. ഈസ് വെരി മൂഡി. എനിവേ സോ ഇവിടെ ഞങ്ങളുടെ എനിക്ക് ഈ ഒരു ബോക്സ് കിട്ടിയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇതിനൊരു സോസസ് ആൻഡ് ഓയിൽ സ്റ്റാൻഡ് ആക്കി. പിന്നെ ഞങ്ങളുടെ ഇതിനെന്താ പറയാ മോർട്ടൽ ആൻഡ് പെസ്റ്റൽ. ഇതിനെന്താ പറയാ? യപ്പ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറച്ച് ചതിക്കണ സാധനങ്ങൾ. എനിക്ക് ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചതക്കല് മലയാളം ഇച്ചിരി പാർട്ടിസിപ്പേഷൻ പ്രശ്നങ്ങൾ. സോ ഇവിടെ ഒരാൾ ബേഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ബേഗിൾ പിന്നെ ഞങ്ങളുടെ ഇവിടെ ഓവൻ ഇവിടെ ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, സ്റ്റോറേജ് കുറേ ഉണ്ട് ഞങ്ങൾക്ക് കേട്ടോ. അതൊരു സ്റ്റോറേജ് ആണ്. ദിസ് ഇസ് വൺ സ്റ്റോറേജ്, ദിസ് ഇസ് അനദർ സ്റ്റോറേജ്, ദിസ് ഇസ് അനദർ സ്റ്റോറേജ്. ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇതൊക്കെ വെക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ദിസ് ഇസ് ക്വൈറ്റ് ഫുൾ. ഇവിടെ ഞങ്ങളുടെ ഡിഷ് വാഷർ ഉണ്ട്. ഇതാണ്. സോ ദാറ്റ് ഈസ് അവർ സ്മോൾ കിച്ചൺ ടൂർ. ഇനി ഞങ്ങൾ ബേഗിൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു തരാം. സോ ബേഗിൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവൻ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. ഞാൻ ഇച്ചിരി ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്യണത്. ആദ്യം ഞാൻ ഇച്ചിരി പെപ്പർ, ഇത് ജസ്റ്റ് ഫോർ ഫ്ലേവറിംഗ് ഓഫ് ദ ബേഗിൾ ആണ്, ആവശ്യമില്ല. എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് ഇങ്ങനെ. സോ ഇവിടെ എന്തൊക്കെയുണ്ട് അച്ചു? We have salmon here. We'll come to it. It's just all these different ingredients that comes to it. So there's sauces, there's a cream spread, there's cheese, there's salmon for myself. Amma doesn't like raw salmon. Adma donda chorizo vaangichittunde. You can put anything and everything with bagels. It's just a combination, and you play around with combinations, and you can, some are really good, some are really bad. Like I've done pesto. There's so many things you can do. What I'd say is experiment. This is just an easy and quick and I know guarantee success, which is in a salmon and egg. And so Ammu's going to make the eggs, and she'll see that in a little bit. Because I'm grilling it, itrayum bagels on it, it's easy to grill. If you're making just a bagel for yourself for things, I usually just pan fry it, and then either ingate stage avashyilla. But because I'm grilling adil vekkanonde, just to help add some flavor, ഞാൻ ഒരു ലെയർ ഇത് നെയ്യാണ്, but mainly because Ammu likes നെയ്. But you can also, I usually do it with butter, but നെയ് also works. So ഇങ്ങനെ ജസ്റ്റ് ഒരു ലെയർ ആയിട്ട് ഇട്ടാൽ മതി ഇങ്ങനെ. You don't have to spread it, it'll naturally absorb, and it's just adding that little taste when you bite into it later on. So ആദ്യത്തെ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ഒരു 3 മിനിറ്റ് ആദ്യം വെക്കാൻ പോണ്. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്സ്. ബേഗിളുള്ളിലേക്ക് പോണു. Alexa, timer 3 minutes. 3 minutes. സോ എനിക്ക് മുട്ട ഡ്യൂട്ടി ആണ്. അപ്പം ഞാനിവിടെ ബുൾസൈ ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ എനിക്ക് ആ റണ്ണി യോക്ക് ഇഷ്ടമല്ല. ബട്ട് ഹീ റിയലി ലൈക്സ് ഇറ്റ് ബിക്കോസ് യോക്ക് കട്ട് ചെയ്യുമ്പോൾ
when the yolk comes out you can actually mukkal the bread into it and അത് നല്ല ഫ്ലേവർ തരുന്നതാണ് അച്ചു പറയണത്. പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇച്ചിരി crispy ആയിട്ടുണ്ട്, but it's not ready yet. So the reason why I take it out and put in is to add a layer of cream cheese spread. This is usually Philadelphia cheese is what I really like, or any type of cream cheese നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മളൊരു നല്ല generous layer കൊടുക്കും because this is a very indulgent and fatty meal. That's probably the best statement for it. And basically all I do is I do one layer of that and then I put cheese slice ഞാൻ ഇങ്ങനെ strips ആക്കിയിട്ടുണ്ട്. So I just put ഇങ്ങനെ and then half this and you've got one base of cheese. I'll repeat the same for everything and you'll see that in a second. അച്ചു എന്താ ചെയ്യണം അച്ചു? Making it look pretty. This is all ready to go into the oven for another 3 minutes. Should do enough to melt the cheese basically. As soon as the cheese is melted, we'll be ready to go to the next stage. Okay, അങ്ങനെ ഇവിടെ ബുൾസൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തായി നോക്കാം. Layers are coming along. So I'm not putting any salmon for Ammu because as I mentioned you can put any type of layer. But Ammu doesn't like these, so I'm just putting for myself. Okay. So 1, 2, 3, 4. Hook ones on top. Yeah. Yeah. അയ്യോ. Yeah. Careful. Yeah. And that's 4. So Achu's കാപ്പി is very different. 4 കപ്പ് കോഫി പൗഡറും ആദ്യമൊക്കെ 4 കപ്പ് പിന്നെ കാപ്പിയാണ്. I mean 4 സ്പൂൺ കോഫി പൗഡറും ആദ്യമൊക്കെ 4 സ്പൂൺ ആദ്യമൊക്കെ 4 സ്പൂൺ ഷുഗറും വേണമായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 സ്പൂൺ മതി. മറ്റേ ഭയങ്കര സ്ട്രോങ് കോഫിയാണ് ആൻഡ് ഫുൾ പാലും. ഇനി ഇത് ഞാൻ മൈക്രോവേവിൽ കയറ്റാൻ പോവാണ്. സോ അമ്മുവിന്റെ ബ്ലാക്ക് ടീ ഭയങ്കരമായിട്ട് കടുപ്പമുള്ള ബ്ലാക്ക് ടീ ആണ്. ഞാന് 5 പിന്നെ കപ്പ് ഇതൊന്നും ഞാൻ പറയില്ല. ഞാൻ ജസ്റ്റ് കറക്റ്റ് സ്പൂൺ ക്വാണ്ടിറ്റീസേ പറയുള്ളൂ. 1 കപ്പ് കാപ്പി ഉണ്ടാക്കിയെങ്കിൽ പ്രശ്നമാണ്. സോറി, ടീ ഉണ്ടാക്കിയെങ്കിൽ പ്രശ്നമാണ്. കാപ്പി ഉണ്ടാക്കിയെങ്കിലും പ്രശ്നമാണ്. അവള് കാപ്പി കുടിക്കില്ല. 1 കപ്പ് ഉണ്ടാക്കിയെങ്കിൽ അവള് ഹാഫ് കപ്പ് കുടിക്കും, ബാക്കി കപ്പ് ഗോവിന്ദ. So rather simple. I don't need to explain this process. Everyone knows how to make black tea. ചൂടുവെള്ളം, ഒരു ബ്ലാക്ക് ടീന്റെ തിങ്. ആൻഡ് അവളുടെ കേസിൽ എത്ര ഷുഗർ എന്നെ കളിയാക്കിയതില് നിനക്ക് എത്ര ഷുഗർ വേണടി? കാഫി പൗഡറിന്റെ ക്വാണ്ടിറ്റി അതുകൊണ്ട് പറ. എനിക്ക് കൂടുതൽ ഷുഗർ വേണം. കൂടുതലോ? 3 മതിയോ? 3 മതി. മതിയോ? Yes. കള്ളത്തരാണ്. ഹാഫ്. അതുകൊണ്ട് 5 സത്യം പറഞ്ഞു. 2.5, 3 is enough. എല്ലാരും അപ്പൊ എന്നെ അറിയാത്തത് ഇപ്പൊ സ്റ്റാൻഡേർഡിനെ ഇങ്ങനെ പോറിയുമായിട്ട് കുടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങനെ മിക്സ് ചെയ്യും. ഞങ്ങളുടെ ബ്രഞ്ച് റെഡിയാണ്. ഒരാൾ കഴിക്കാൻ തുടങ്ങി ഓൾറെഡി. എങ്ങനെയുണ്ട് മോനെ? ഈസ് ഓൾവേസ് ബിൻ എ ഹ്യൂജ് ഫാൻ ഓഫ് വേഗൽസ്. അപ്പം ഞാനും എൻ്റെ കഴിക്കാൻ പോണേ. പിന്നെ കാണാം. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ആൻഡ് അച്ചു കുറച്ച് നേരം വർക്കും ചെയ്തു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ സൂപ്പ് ഉണ്ടാക്കാനുണ്ട്, ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് കുക്കിംഗ് അതേപോലെ കഴിയും. സോ ഞാൻ ഇനി സൂപ്പിൻ്റെ പരിപാടികൾക്ക് കിടക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൂപ്പിന് വേണ്ടി എൻ്റെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ഞാൻ അതൊക്കെ ഇടാനാണ് പ്ലാൻ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെജിറ്റബിൾസ് കട്ടിങ് കഴിഞ്ഞു. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അനിയൻസ്, കുറച്ച് ക്യാപ്സിക്കം, പൊട്ടാറ്റോസ്. സ്വീറ്റ് പൊട്ടാറ്റോസ് ആർ ഹെൽത്തിയർ ബട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ നോർമൽ പൊട്ടാറ്റോസ് എടുത്തു. ദെൻ ടൊമാറ്റോസ് ആൻഡ് ദീസ് ആർ സ്കോച്ച് ബോണറ്റ്സ്. ബേസിക്കലി ഭയങ്കര എരിവുള്ള ഒരു ചില്ലി ടൈപ്പാണ്.
and I took some green chilies, then ginger garlic paste in the frozen കിട്ടുമായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. Then we have spinach and these are some mixed vegetables in the frozen packet I have. So ഇതാണ് ഞാൻ യൂഷ്വലി സൂപ്പിന് ഇടാറ് ബിക്കോസ് എല്ലാം അതിൽ തന്നെ ഉണ്ട്, അപ്പോൾ you can just dump it in. So ഇതാണ് എൻ്റെ വെജിറ്റബിൾസ്. Now what I'm going to do is അനിയൻസും ജിഞ്ചർ ഗാർലിക്കും കുറച്ച് ഞാൻ സോട്ടേ ചെയ്തിട്ട് ഇടാൻ പോണു ബിക്കോസ് ആ റോ സ്മെല്ല് പോയി കഴിഞ്ഞിട്ടാൽ കുറച്ച് എന്താ ടേസ്റ്റിയർ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ജിഞ്ചർ ഗാർലിക് ആൻഡ് ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ കാണിച്ച സൂപ്പ് മേക്കറില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ആ സൂപ്പ് മേക്കർ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സംഭവം. സോ ഇതാണ് സൂപ്പ് മേക്കർ, സ്മോൾ ഫിലിപ്സിൻ്റെ സൂപ്പ് മേക്കറാണിത്. ഇതിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ജ്യൂസ് ഫങ്ഷൻ ഉണ്ട്, സ്മൂത്ത് ഫങ്ഷൻ ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, ചങ്കി വേണമെങ്കിൽ അങ്ങനെയുണ്ട്. സോ ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടാൽ, സോ യു മൈറ്റ് ബി തിങ്കിങ് കുക്കൊന്നും ചെയ്യേണ്ടതെന്ന്. സോ ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടാൽ ഈ മെഷീൻ തന്നെ കുക്കും ചെയ്തോളും, ബ്ലെൻഡും ചെയ്തോളും, എല്ലാം ഇത് തന്നെ ചെയ്തോളും. സോ വാട്ട് ഐ ആം ഗോണ ഡു നൗ ഈസ്, സോ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന അനിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസും കൂടെ എല്ലാം കൂടി ഇടാം. ഇവിടേക്ക് ടൊമാറ്റോസ്, ക്യാപ്സിക്കം, മുളക്, പൊട്ടാറ്റോസ് ആൻഡ് നമ്മുടെ സ്കോച്ച് ബോണറ്റ്. കുറച്ച് സ്പിനച്ച് ഇടാം ഫോർ ഹെൽത്ത് കോഷ്യന്റ്. ഇത് അച്ചുകുട്ടനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്, ഞാൻ ഇത് കൊടുക്കില്ല ബിക്കോസ് അതെ. ഇനി നമുക്ക് ഈ ഫ്രോസൺ വെജിറ്റബിൾസ് ഇടാം. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, പീസ് ഉണ്ട്, ബീൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് ജനറസ് അമൗണ്ട്സ് ഇടാം. എല്ലാ വെജിറ്റബിൾസും കഴിഞ്ഞു. ഇനി ഞാൻ ഇടാൻ പോണത് ഗാർലിക് ആൻഡ് തൈം സ്റ്റോക്ക് പോട്ടാണ്. ആൻഡ് ഐ ഹാവ് മാഗീൻ്റെ സ്റ്റോക്ക് ക്യൂബ്സ്. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ ഉള്ളിക്കിടാം. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിലുള്ളത് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് ആണ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി നൈസർ വിത്ത് വെജ് സ്റ്റോക്ക് ക്യൂബ്സ്. എൻ്റെ കയ്യിലില്ല അതിപ്പോൾ തൽക്കാലം. സോ ഐ എം യൂസിങ് ദ ചിക്കൻ വൺസ്. ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് വി ക്യാൻ പുട്ട് ദാറ്റ് ഓൾസോ. ദെൻ നമുക്ക് ഇഷ്ടമുള്ള ഹെർബ്സ് ഇടാം. ഓക്കെ, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഞാൻ വാഷ് ചെയ്തു, അതിട്ടു. ആൻഡ് ദെൻ വി പുട്ടിങ് സം പാർസ്ലി ഇൻ. കുറച്ചിട്ടാൽ മതി. സം ബേസിൽ, കുറച്ച് തൈം ഇടാം നമുക്ക്. ഇതൊക്കെ ഡ്രൈഡ് ആണ് കേട്ടോ. ദിസ് ഇസ് ഡ്രൈഡ് തൈം. കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം. കുറച്ച് ഉപ്പ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് പെപ്പർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടറും കുറച്ച് ക്രീമും കൂടി ഇടാം. ബട്ട് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ബട്ടറും ക്രീമും ഇടാൻ പോണത്. സോ ദാറ്റ് ക്രീം കുക്സ് വെൽ. ഇനി ചെയ്യാനുള്ളത് ഇവിടെ ഇൻസൈഡ് the jar you find ഒരു മാക്സ് മിൻ. I don't know if you can see, but ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഇനി മാക്സ് സെറ്റിംഗ് വരെ വെള്ളം ഇടാൻ പോവാണ്. ഓക്കെ, ഞാൻ മാക്സ് വെള്ളം ഇട്ടു. ഇനി വി ക്ലോസ് ദ ലിഡ്. ഓക്കെ, സോ ഞാൻ ലിഡ് ഇട്ടപ്പോൾ ഇത് ഓൺ ആയി, കണ്ടില്ലേ? ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം, മോഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിന് സൂപ്പാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഐ വിൽ ഹാവ് ദ സ്മൂത്ത് മോഡ് ബിക്കോസ് ഹീ ലൈക്സ് ഇറ്റ് ഇൻ എ സ്മൂത്ത് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ മോഡ് സെലക്ട് ചെയ്തു, നമ്മൾ സ്മൂത്ത് ആക്കി ഇത് സെലക്ട് ചെയ്തു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ്. സോ യു കെൻ സീ ഹിയർ ഇറ്റ് ഈസ് ഫോർ 21 minutes. അപ്പോൾ 21 minutes വിൽ ലെറ്റ് ഇറ്റ് ഡു ഇറ്റ്സ് ഓൺ തിങ്. We'll come back and see how it looks like. ഇനിയും 19 minutes ബാക്കിയുണ്ട്, കണ്ടോ? My soup is ready. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡിയായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നല്ല തിക്ക് സൂപ്പായിരിക്കുന്നത്.
സ്മെൽസ് റിയലി ഗുഡ് സീരിയസ്ലി. ഈവൻ ദോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. എനിക്കിത് കുടിക്കാൻ അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് ബിക്കോസ് ഇതിൻ്റെ തിക്നെസ് അങ്ങനെ ഇഷ്ടമല്ല. കണ്ടോ ഇങ്ങനെയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. ചൂടോടെ ഒരു സ്പൂൺ ഹാഫ് സ്പൂണൊക്കെ ബട്ടർ ഇടാം. കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. That is it. 6 മണിയായി. എനിക്ക് ബിരിയാണി ചെയ്താൽ ഇന്ന് രാത്രിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനി മാറ്റി വെക്കാം. ഒരാൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നോക്കിക്കോ. That's really good. നല്ല എരിവും. നല്ല എരിവ് ആക്ച്വലി. രണ്ട് സ്കോച്ച് ബോണ്ട് ഇട്ട് ഒരു 5-6 ചില്ലീസും ഇട്ടിട്ടുണ്ട്. എനിക്കും കഴിക്കാൻ തോന്നുന്നു ആക്ച്വലി. ഞാൻ പിന്നെ ട്രൈ ചെയ്യാം. എനിവേ, ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. Is it better than my usual? Yes. ഇതാണ് മിക്സ് വെജ് സൂപ്പ്. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടി ഞാനൊരു സ്പൈസ് മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു റെസിപ്പിയാണ് ഫോളോ ചെയ്യണത് ഫോർ തലശ്ശേരി ദം ബിരിയാണി. അപ്പോൾ ആർക്കെങ്കിലും ആ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഞാൻ ലിങ്ക് ചെയ്യുന്നില്ല. ബട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും എന്താ സംഭവം എന്നൊന്നും പറയുന്നില്ല. ഐ ജസ്റ്റ് മേക്ക് എ ടൈം ലാപ്സ് ഓഫ് ദി എൻറ്റയർ പ്രോസസ് ബിക്കോസ് കുറേ പണിയുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി 6 ആൻഡ് വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. സോ ലെറ്റ്സ് ഗോ. ഞാൻ പക്ഷേ ആ സ്പൈസ് മിക്സ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. എൻ്റെ സ്പൈസ് ബോക്സ് ഇസ് റെഡി. നോക്കാം എന്തൊക്കെയാണ്. This is one of my favorite things to do. ഇതിൻ്റെ സ്മെൽ ചെയ്യാന്ന് പറഞ്ഞാൽ സോ നൈസ്. ഓക്കെ, മിക്സി എടുക്കാം. ഒരു സ്റ്റാർ അനീസ് 2 വീണു. ഒരു 5-6 കാർഡമം, then a few cloves. I take about 5 to 6. Okay, then കുറച്ച് fennel seeds. I take about 1 teaspoon. Then അത്ര തന്നെ ജീര എടുക്കുന്നുണ്ട് ഞാൻ. സോ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സിനമൺ സ്റ്റിക്ക്, ഒരാൾ സിനമൺ തപ്പുന്നുണ്ട്. ബൈ ദെൻ ഐ ജസ്റ്റ് പുട്ട് ഇൻ ഓൾ ദി അതർ തിങ്സ്. ചില്ലീസ് ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഇത് ഡ്രൈ റെഡ് ചില്ലീസ് ആണ്. ഞാനൊരു 3-4 അത്ര ഇടുന്നുണ്ട്. സിനമൺ കിട്ടി. അപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് സിനമൺ ഇടുന്നുണ്ട്. ഇത് ഞാനിനി പൊടിച്ചിട്ട് വരാം. നമ്മുടെ മസാല പൗഡർ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കിനി സൈഡ് വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഉള്ളി ടൊമാറ്റോ ഒക്കെ ചോപ്പ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റേസിൻസും കുറച്ച് കാഷ്യൂസും കുറച്ച് ഉള്ളിയും നമുക്ക് ഫ്രൈ ചെയ്ത് ഗീയിൽ ഫ്രൈ ചെയ്ത് വെക്കാം. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഉള്ള സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയാണ് ബേസിക് ബിരിയാണി സ്റ്റെപ്സ് എനിവേ. സോ ഐ വിൽ ഡു ദാറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഉള്ളി കട്ട് ചെയ്തു, ടൊമാറ്റോ കട്ട് ചെയ്തു, ചിക്കൻ റെഡിയാണ്. ഇവിടെ കഴുകി സ്ലിറ്റ് ചെയ്തൊക്കെ റെഡിയാണ്. സോ ഉള്ളിയും റേസിൻസും എല്ലാം ഫ്രൈ ആയി. നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഞാനിവിടെ ബാസ്മതി റൈസ് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ റേസിൻസും ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത ഗീ തന്നെയാണ് ഗ്രേവിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഐ ആം ഗോണ ഡു ഈസ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബിക്കോസ് ദിസ് ഇസ് ബിഗർ. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ഈസ് ഈസിയർ ഫോർ മീ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് ഇനി ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത അതേ ഗീ ആണ് ഞാൻ ഇനി ഗ്രേവിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഇത് പറയാൻ മറന്നുപോയി. ചില്ലി നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ബിക്കോസ് ഈ ഒരു റെസിപ്പിയിൽ എൻറ്റയർ എരിവ് വരാൻ പോണത് ഇങ്ങനെ ഗ്രീൻ ചില്ലീസിലാണ്. ഞാൻ കുറച്ച് മുളക് പൊടി ഇടും, ബട്ട് ഇറ്റ്സ് മോസ്റ്റ്ലി ഗ്രീൻ ചില്ലി ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് തുടങ്ങാം.
അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഉള്ളി വഴട്ടി, അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ആൻഡ് ചില്ലി ഞാൻ ചതച്ച് വെച്ചത് അതിട്ടു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ടു. ഈ ചിക്കൻ ഞാൻ ഇനി സോട്ട് ചെയ്തുകൊണ്ടിരിക്കും ടിൽ ഈ എല്ലാ ചിക്കനും ഒരു പേൽ യെല്ലോ കളർ ആവണ വരെ ഇതൊന്ന് സോട്ടേ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂമറിക് പൗഡറും ഞാൻ ഉണ്ടാക്കി വെച്ച മസാല ബ്ലെൻഡില്ലേ, ബിരിയാണി മസാല, അതും കൂടി ഇട്ട് കുറച്ച് നേരം ഞാൻ കവർ ചെയ്ത് വയ്ക്കും. അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനെ ഒരു 2 minutes ലോ ഫ്ലെയിമിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ടൊമാറ്റോസ് ആഡ് ചെയ്യാനുണ്ട്, യോഗേർട്ട് ആഡ് ചെയ്യാനുണ്ട്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്സ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കും. ഇതൊന്ന് റെഡി ആവട്ടെ കേട്ടോ. സോ അങ്ങനെ ഞങ്ങളുടെ ഗ്രേവി പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഞാൻ അതിനെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒരു ടെൻഡർ കുക്കായി നമുക്ക് മനസ്സിലാവില്ല, ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സോ ആ ഒരു പരുവമായ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കവർ ചെയ്ത് കുക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ചോറ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. You need to make sure that you pour hot water, because cold water ചോറിലേക്ക് ഇട്ടാൽ കുഴഞ്ഞു പോകും. സോ ആദ്യം നമ്മൾ ചോറ് ഗീയിൽ കുറച്ച് ഫ്രൈ ചെയ്യും. ബട്ട് ബിഫോർ ദാറ്റ് ഗീയിൽ നമ്മൾ സ്പൈസസ് കുറച്ച് ഫ്രൈ ചെയ്യും, ലൈക്ക് ക്ലോവ്സ്, ബേ ലീഫ്, സ്റ്റാർ അനീസ് ആൻഡ് സം കാർഡമം, ഓൾസോ സിനമൺ. ഇതൊക്കെ നമ്മൾ ഗീയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചോറും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഉള്ളിലേക്ക് ഹോട്ട് വാട്ടർ ഇടും. എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് നേരം ബോയിൽ ചെയ്യാൻ വിടും. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്സും കാണിച്ചു തരാം. ഇറ്റ്സ് വെരി സിമ്പിൾ ബിരിയാണി റെസിപ്പി. ഇറ്റ്സ് വെരി 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 ടേസ്റ്റി. ഐ തിങ്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്, ബിക്കോസ് സ്പൈസസ് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് മോസ്റ്റ്ലി ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ ഉണ്ടാവും. ആൻഡ് അനിയൻസ് ആൻഡ് ടൊമാറ്റോസ് ആർ യൂഷ്വലി ഇൻ എവറി ഹൗസ്. നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ റെഡിയാണ്. ഇത് ഞാൻ ഒരു 90% 95% കുക്ക് ചെയ്തിട്ടുള്ളൂ, ബിക്കോസ് നമ്മളിനി ദമ്മിടാൻ പോവും. അപ്പോൾ ദമ്മിടുമ്പോൾ എന്തായാലും വീണ്ടും സ്റ്റീം കൊണ്ട് കുക്കാവും. അപ്പോൾ ഞാനൊരു 90-95% കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഗീ ഞാൻ മെൽറ്റ് ചെയ്യാണ്, ചൂടാക്കുകയാണ് ഫോർ സ്പൈസസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എല്ലാ സ്പൈസസും ആഡ് ചെയ്തിട്ട് ചോറൊന്ന് ഞാൻ ആ ഗീയിൽ തന്നെ ഫ്രൈ ചെയ്തു. ഇനി ഈ വാട്ടർ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. നമ്മുടെ ചോറ് റെഡിയായി, ഗ്രേവി റെഡിയായി. ഇനി ഞാൻ ഇതിൽ ലെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് കാണിച്ചു തരാം കേട്ടോ. ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 15 minutes ദം വയ്ക്കുന്നതായിരിക്കും. അങ്ങനെ ബിരിയാണി പ്രിപ്പറേഷൻസ് കഴിഞ്ഞ് ഞാനിനി ദമ്മിടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് അതിനെ കവർ ചെയ്തു. ഇനി ഒരു തവയുടെ മുകളിൽ മീഡിയം ഹീറ്റിൽ ഞാൻ ഈ ഒരു മിക്സ് അതിൻ്റെ മുകളിൽ ഇടാൻ പോവാണ്. അങ്ങനെയാണ് ഞാൻ ദമ്മിടാറ് യൂഷ്വലി. ഒരു 15 minutes ദമ്മിട്ടാൽ മതി, അപ്പോഴേക്കും റെഡിയാവും. ആൻഡ് ദമ്മ് കയറി കഴിഞ്ഞു. ഇനി ഒരു 15 minutes കഴിഞ്ഞിട്ട് നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ final stages of biryani.
ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആയി ഇപ്പോൾ. She copied me. I was here first. Copycat. She just went for a shower. ബിരിയാണി റെഡി ആകുമ്പോഴേക്കും ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു. ബിക്കോസ് രാവിലെ തൊട്ട് She admitted it. She copied me. ബിരിയാണി വേണോ വേണ്ടോ? ഓൾറെഡി ഉണ്ടാക്കിയല്ലോ, ഇനി എന്ത് ചോദ്യം? വേണമെങ്കിൽ എനിക്ക് തരാണ്ടിരിക്കാം ആക്ച്വലി. ലെറ്റ്സ് ഗോ ആൻഡ് ഓപ്പൺ ദ ദം ഓപ്പൺ ചെയ്യാം. 15-20 minutes ആയി. ലെറ്റ്സ് നൈസ്. ഇനി പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബിരിയാണി ചൂടോടെ. ആഹാ, very excited to eat. And that's it from us. Ash and Ash Vlogs. Off to eat some biryani. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനിയും ഇങ്ങനത്തെ വ്ളോഗ്സ് വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ബിക്കോസ് ദിസ് വ്ളോഗിങ് takes a lot of hard work. You have no idea. I see how much effort she puts in. Yeah, so ഞാൻ മാത്രമല്ല, ഏതൊരു വ്ളോഗർ ആണെങ്കിലും ഏതൊരു യൂട്യൂബർ അല്ലെങ്കിൽ ഏതൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും നല്ല എഫേർട്ട് വെച്ചിട്ടാണ് ഓരോ കോണ്ടന്റും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. സോ പ്ലീസ് സപ്പോർട്ട് ഓൾ ഓഫ് us and I hope you like today's video. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ സൺഡേ വീക്കെൻഡ് കുക്കിംഗ് വ്ളോഗ് and we'll see you in the next video. Till then, it's me, Aishwarya and Ashwin.